ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, സുവിശേഷ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എനിക്കിന്ന് 48 വർഷമായി. ഈ കാലഘട്ടത്തിൽ ഒത്തിരി സുവിശേഷ പ്രസംഗങ്ങൾ പലയിടങ്ങളിലായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സഭകൾ തമ്മിലുള്ളതായിരിക്കുന്ന ഒത്തിരി ഭിന്നതകൾ, വ്യത്യാസങ്ങളൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ദൃശ്യമാകുന്നത്. ബൈബിൾ അനുസരിച്ച് ഏക ഇടയനും ഒരു തൊഴുത്തും ആകും എന്നൊരു പ്രവചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ 100,000 സഭകളാണ് ഇന്നിപ്പോൾ. അത് സങ്കടകരമായ ഒരു സാഹചര്യമാണ്. പരസ്പരം കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഒരു ഏകീഭാവം സഭയിലുണ്ടാകാൻ സാധിക്കും? എങ്ങനെ എല്ലാ മനുഷ്യർക്കും ഈ സുവിശേഷം സ്വീകരിക്കാൻ സാധിക്കും? ഇങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് ഞാനൊരു സുവിശേഷ പ്രസംഗ പരമ്പരയ്ക്ക് ഒരു തയ്യാറാകുന്നത്. അത് ദൈവനാമത്തിന് മഹത്വവും മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കൊരു കാലത്ത് വലിയ അറിവുണ്ടായിരുന്നില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു എന്നതിലുപരിയായിട്ട് വലിയ അറിവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഒത്തിരി അറിവുണ്ട്. അതായത് കോടാനുകൂടി നക്ഷത്ര സമൂഹങ്ങളുള്ള ഈ പ്രപഞ്ചം, അതിൽ ഏറ്റവും ചെറിയൊരു നക്ഷത്രമാണ് സൂര്യൻ എന്നാണ് പറയപ്പെടുന്നത്. ആ സൂര്യനെ ചുറ്റിപ്പറ്റി 10 ഗ്രഹങ്ങൾ ഇങ്ങനെ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കുറ്റവും കുറവുമില്ലാതെ അനുനിമിഷം ഇത് നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ നമുക്ക് സത്യത്തിൽ ഈ കാലഘട്ടത്തിലാണ് വെളിപ്പെട്ടത്. ഈ 10 ഗ്രഹങ്ങളിൽ ഒന്നായ ഈ ഭൂമി നമ്മൾ പാർക്കുന്നു. ഇവിടെ 800 കോടി ജനങ്ങളാണ് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ വസിക്കുന്നത്. മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾ, സസ്യജാലങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഭൂമി എത്ര മനോഹരമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു അറിവിലേക്ക് മനുഷ്യൻ ഉയരണമെന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. ഞാൻ കുറേ വിഷയങ്ങൾ ഇതിനകത്ത് കൈകാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ഒന്ന് ദൈവത്തെ അറിയുക എന്നതാണ്. ഇപ്പം ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് വിധത്തിലാണ് ദൈവത്തെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുക? ബൈബിളിലെ വചനത്തിലൂടെ നമ്മൾ അറിയുന്നു, ഒത്തിരി അറിയുന്നു. പക്ഷേ അതെല്ലാം പൂർണ്ണമായി അംഗീകരിക്കാനായിട്ട് നമുക്ക് പലർക്കും സാധിക്കുന്നില്ല. എന്നാൽ അനുദിനം നിമിഷം നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് വെളിപ്പെടുമ്പോൾ അതിലൂടെ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ട്, ഒരു പരിപാലകനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ സൃഷ്ടാവിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ കുറച്ചുകൂടി ബന്ധപ്പെടുമ്പോൾ നമ്മൾക്ക് ബൈബിളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ യോഹന്നാന്റെ സുവിശേഷം
1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡം സ്വീകരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ വസിച്ചു. ഈ ഒരു വലിയ സത്യം, ഈ വചനത്താൽ ആണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്നാണ് നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സത്യം എല്ലാവർക്കും ഒരുപോലെ തിരിയത്തക്ക രീതിയിൽ, അതായത് നമ്മൾ ഇന്ന് ലോകത്തിൽ ഒത്തിരി മതങ്ങളുണ്ട്. ഓരോ മതങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങൾ സത്യത്തിൽ എല്ലാം ഒരു മനുഷ്യനിർമ്മിതമായിരിക്കുന്ന മതങ്ങളാണെന്നുള്ളത്. ഇപ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, എന്തിന് ഇത്രമാത്രം ജാതി മതങ്ങൾ എന്ന് ഒരു സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. ജാതി വ്യവസ്ഥയുമൊക്കെ വന്നത് ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യ നിർമ്മിതമാണ് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സത്യത്തിൽ 2 ജാതിയേ ഉള്ളൂ, ആണും പെണ്ണും, ഇങ്ങനെ 2 ജാതികൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ സാർവത്രികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യകുലത്തെ ഉയർത്തുക എന്നതും നമ്മുടെ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യമാണ്.